ഓക്കെ. ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട. അവര് ട്രേഡ്സ് പറഞ്ഞുതരും, നിങ്ങൾ എടുത്താൽ മതി. ബിസിനസ്സിൽ പോയി അവര് ഓഫീസിൽ പോയി കണക്ട് ചെയ്തു. അവിടെ ഉള്ളവർക്ക് പരസ്പരം എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, അവർക്ക് തന്നെ അറിയില്ല. ഒരു ബിസിനസ്സിലും ട്രേഡിംഗിൽ മാത്രമല്ല ഒന്നിലും ലൈഫിൽ തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മളിന്ന് പലരും പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ സ്കാമിലോട്ട് പോകുന്നുണ്ടല്ലേ. നമ്മളിതൊന്നും ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുമില്ല. സോ ഇന്ന് നമ്മളുടെ കൂടെ സ്റ്റ്യൂ കാസ്റ്റിലുള്ളത് ഇതുപോലെ ബ്രോക്കർ സ്കാമിൽ വെട്ടിയിട്ട് $50,000 ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആളുടെ അടുത്ത് എങ്ങനെയാണ് ഇത്രയും ഒരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ലോസ് ആയതെന്നും ഏത് രീതിയിലാണ് ഈ പറഞ്ഞ ബ്രോക്കേഴ്സ് ഇവർ അപ്രോച്ച് ചെയ്തെന്നുള്ളതിന്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, ഞാൻ ശരിക്കും ചോദിക്കട്ടെ ആദ്യം തന്നെ, എങ്ങനെയാണ് ശരിക്കും ഇതൊരു 50,000 എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയൊരു എമൗണ്ട് അല്ല. അത് ഒരു രീതിയിലും അറിയാത്ത ഒരാളെടുത്ത് ഇത്രയും $50,000 ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ ഇത്ര ഒരു എമൗണ്ട് ലോസ് വന്നത്? ജസ്റ്റ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഏത് രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നതെന്നുള്ളത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട്, ഞാൻ നാട്ടിൽ നിന്ന് ചെയ്തത് തൊട്ട് ഞാൻ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നാട്ടില് ഈ ഫോറക്സിന്റെ തന്നെ, ഫോറക്സിൽ നമ്മൾ ഇത്ര പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത്ര പെർസെന്റേജ് ഡെയിലി റിട്ടേൺസ് 0.5%, 1% ഡെയിലി കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു 6 months പോയി. പിന്നെ എന്ത് ചെയ്തു, ഒരു കമ്പനി കാര്യങ്ങളൊന്നും ഇല്ലാതായി. ആദ്യം പ്രോഫിറ്റ് അല്ലെങ്കിൽ വിഡ്രോവൽ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രേഡ് എടുക്കുന്നതല്ല, ചെയ്തിട്ട് അവര് പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്തെന്ന വലിയൊരു കമ്പനിയാണ്, ഒരു റഷ്യൻ കമ്പനിയാണത്. അപ്പൊ ആ രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നു. അപ്പം അത് പൂട്ടിയപ്പോൾ തന്നെ, സ്കാമിൽ പെട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. പിന്നെയാണ് ദുബൈയിലെത്തുന്നത്. അപ്പോൾ ദുബൈയിൽ ഞാനൊരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവര് കോൺടാക്ട് ചെയ്ത് അവര് പറഞ്ഞു നിങ്ങൾക്ക് ബേസിക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ അവരെന്ത് ചെയ്യും, സിഗ്നൽസ് ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഓൾറെഡി നാട്ടിലും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ട്രസ്റ്റ് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു നാട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള, അവരെ ചെറിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു, പ്രോഫിറ്റബിൾ ആയിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് ശരിക്കും എത്ര എമൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ $10,000 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ $10,000 പിന്നെ ഞാൻ ഇൻക്രീസ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാല് അതിൽ 10%, ഒരു 5% ഞാൻ പ്രോഫിറ്റബിൾ ആയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി ഇതിപ്പോ ഒരു 100K ഉണ്ടെങ്കിൽ അതിന്റെ 10% എനിക്ക് കിട്ടുമായിരുന്നു. അപ്പം ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം പിന്നെ അവരെന്ത് ചെയ്യുന്നു, പിന്നെ ലോസിലേക്ക് പോയി. പിന്നെ അവര് എടുക്കുന്ന ട്രേഡ്സ്, അവര് പേഴ്സിൽ പ്ലാറ്റിനം പറഞ്ഞു, പലേഡിയം എടുത്തു. അപ്പൊ ആ രീതിയിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്ലാറ്റിനം, പലേഡിയം, കോഫി ഇതൊക്കെ വോളിയം കുറവായത് തന്നെ ഹൈ സ്പ്രെഡ് ആണ്. ബ്രോക്കേഴ്സ് ഹൈ സ്പ്രെഡ് ആണ്. ഞാൻ ഇതിനെപ്പറ്റി A to Z പഠിച്ചു, എന്താണ് ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഒരു ബിസിനസ്സും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ട്രേഡിംഗ് എന്ത് ചെയ്യുക, ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാതിരിക്കുക. പേഴ്സണലി ചെയ്യാനെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കാന്ന് ഞാൻ പറയും കേട്ടോ. ഇതെങ്ങനെയാണ് ഇപ്പോ ഇനീഷ്യൽ ഒരു $10,000 തുടങ്ങി, എന്നിട്ട് നമുക്ക് ലോസ് ആവുന്നതിനോട് അവർ അഗൈൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞോ? ലോസ് ആയപ്പോഴാണ് ഞാൻ അവര് പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവർ എഡ്ജ് ചെയ്തു. എഡ്ജിങ് ഒക്കെ എനിക്ക് ആ സമയത്ത് അറിയില്ല. പിന്നെയാണ് എഡ്ജിങ് ഒക്കെ പഠിക്കുന്നത്. ബൈ ചെയ്തതിന് ഓപ്പോസിറ്റ് സെല്ല് ചെയ്യാന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്റെ എമൗണ്ട് എന്ത് ചെയ്തു, ക്രെഡിറ്റ് കാർഡ് എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് ജസ്റ്റ് ഫാമിലി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ക്രെഡിറ്റ് കാർഡ് വെച്ച് ഞാൻ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ടോട്ടലി അവരെന്ത് ചെയ്തു, ടോട്ടലി ലോസിലേക്ക് പോയി. പിന്നെ എങ്ങനെയാണ് അവർ ശരിക്കും ഒരു പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ് ഒക്കെ വെച്ചുള്ള ട്രേഡ്സ് ആയിരുന്നു? അവര് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഒന്നുമില്ല, ബൈയും സെല്ലും ആണ്. ചില സമയത്ത് TP പറയും, ക്ലോസ് ചെയ്യാൻ പറയും, പൊസിഷൻ ക്ലോസ് ചെയ്യാൻ പറയും. പിന്നെ അവര് പെട്ടെന്ന് വിളിച്ചിട്ട് പറയും ഈ സമയം നല്ല ബൂമിംഗ് ഉണ്ട്, എന്തോ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ലൈക്ക് എന്റെ അടുത്ത് മുമ്പ് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഈവനിങ് ആയിരിക്കുമ്പോ ആ ഒരു ന്യൂസിന്റെ ടൈമിൽ ഹൈ വോളറ്റിലിറ്റിയുടെ സമയത്താണ് ഇവർ കൂടുതലും ട്രേഡ്സ് എടുക്കാൻ പറയണത്. അപ്പൊ ആ സമയത്തായിരിക്കും മിക്കവാറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ടൈമാണ് അവർ കണക്ട് ചെയ്യാറ് പ്രോപ്പർ ആയിട്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പ്രോഫിറ്റബിൾ ആയിരുന്നു അവർ പറഞ്ഞത് വെച്ചിട്ട്. പിന്നെയാണ് എന്ത് ചെയ്തത്, ലോസസ് വരുന്നത്. പിന്നെ ടോട്ടലി ലോസ് വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിനെപ്പറ്റി പഠിക്കാനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്ത്
ഓക്കെ. ഈ പറഞ്ഞ ബ്രോക്കേഴ്സിന് ഓഫീസ് ഉണ്ടോ, റെഗുലേറ്റഡ് ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ പേഴ്സണലി അറിയാമായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെഗുലേഷനെ പറ്റി പറയുകയാണെങ്കിൽ റെഗുലേഷനെ പറ്റിയൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. US റെഗുലേഷൻസ് ഉണ്ട്, UK റെഗുലേഷൻസ് ഉണ്ട്, UAE റെഗുലേഷൻസ് ഉണ്ട്. ഞാൻ പഠിച്ചതാണ് സ്കാ റെഗുലേഷൻ, സെക്യൂരിറ്റി കമ്മോഡിറ്റി അതോറിറ്റിന്റെ റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്ത ബ്രോക്കറാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്. അവർക്ക് ഓഫീസ് ഉണ്ട്, ബിസിനസ് ബേലാണ്, ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്തില്ല, അവർക്ക് ലൈസൻസ് കാര്യങ്ങൾ ഈ പറഞ്ഞ UAE ലൈസൻസ്. ബ്രോക്കറിന്റെ പേര് റിവീൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല, അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്താ വെച്ചാല് പിന്നെ UAE ആണല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ. എനിവേ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ ഒരു പിന്നീടും അഗൈൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്ര എമൗണ്ട് ലോസ് ആയതിനു ശേഷം എങ്ങനെയെങ്കിലും അത് തിരിച്ച് എടുക്കാനുള്ള എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാവും? എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ആ ബിസിനസ് എനിക്ക് അറിയുന്ന ബിസിനസ് ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി റൺ ചെയ്യാണ്. അതുപോലെ തന്നെ ഞാൻ ഇതും തിങ്ക് ചെയ്തത്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഈ ബിസിനസ് അറിയാതെയാണ് ഞാൻ ചെയ്തത്. ഒരാളോട് പാർട്ണർഷിപ്പ് കൂടിയിട്ടാണ് ഞാൻ ലോസ് വന്നത്, അല്ലെ? അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് ഞാൻ എന്റേതായ രീതിയിൽ പഠിച്ച് ചെയ്താൽ പ്രോഫിറ്റബിൾ ആവും. പിന്നെയാണ് ഞാൻ ചെയ്തത്, പഠിച്ച് ചെയ്യുന്നത്. ഒരു 5% ഒക്കെ ഞാൻ മന്ത്ലി ഒരു ടാർഗറ്റ് എടുക്കുന്നുണ്ട്. മന്ത്ലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ എടുത്തു വരുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചു ബ്രോക്കർ സ്കാം കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. എന്താ വെച്ചാൽ പലർക്കും അറിയില്ല. പലരും വിചാരിക്കുന്ന അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കാണ്. അപ്പൊ നമുക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാള് വിളിക്കണു, ഓക്കെ 10% 50% മന്ത്ലി എടുക്കാം, പിന്നെ അവര് ബോണസും തരുന്നുണ്ടാവുമായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, UAE ആര് ഫ്രീ ആയിട്ട് എന്ത് തരുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോകാതിരിക്കുക. ഫ്രീ ആയിട്ട് എന്ത് തരുന്നെങ്കിൽ അതിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ എന്താണ് ഒരു കസ്റ്റമറായി മാറിക്കഴിഞ്ഞു. ഫ്രീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പം അവരും ഫ്രീ ആയിട്ട് എനിക്ക് ബേസിക് ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് എങ്ങനെ എടുക്കാം, എങ്ങനെ മെറ്റാട്രേഡർ 5 എങ്ങനെ യൂസ് ചെയ്യാം, കാൻഡിൽസ് ഒക്കെ പറഞ്ഞു എങ്ങനെയാണ് കാൻഡിൽസ് കാര്യങ്ങൾ, പിന്നെ എൻഗൾഫിങ്, ഡോജി, ജസ്റ്റ് ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഡോജി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട, അവർ ട്രേഡ്സ് പറഞ്ഞുതരും, നിങ്ങൾ എടുത്താൽ മതി. എക്സ്പേർട്ട് ട്രേഡേഴ്സ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ അവരെങ്ങനെയാണ് ഫോൺ വിളിച്ച് ട്രേഡ് പറഞ്ഞു? അവര് സ്പോട്ടിൽ കോൾ ചെയ്യും, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യും, ഇടയ്ക്ക് കോൾ ചെയ്യും. ഓക്കെ സാർ, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് മാർക്കറ്റിൽ ലൂസ് ആയിട്ടുണ്ട് സാർ, അവരുടെ ഓഫീസിൽ പോവുകയെ അവരെ പിന്നീട് കണക്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ദുബൈയിൽ പോയി, ബിസിനസ്സിൽ പോയി, അവര് ഓഫീസിൽ പോയി കണക്ട് ചെയ്തു, സംസാരിച്ചു. അപ്പം അവിടെ ഉള്ളവർക്ക് പരസ്പരം എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, അവർക്ക് തന്നെ അറിയില്ല. അവിടെ ഒരു റിസപ്ഷനിൽ ഒരു ലേഡി ആയിരുന്നു, ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഓഫീസ് എന്നുള്ള രീതിയിൽ. അവർക്കൊന്നും അറിയില്ല എന്താണ് പ്രോപ്പർ ആയിട്ട് ട്രേഡിംഗ് കാര്യമൊന്നും അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞ ട്രേഡ് നമ്മളാണ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഷുവർ ആണ്. എന്താ വെച്ചാല് ഞാൻ ഇതിന്റെ കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്താ വെച്ചാല് നമുക്കൊരിക്കലും ഇത് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇപ്പം ജെസ്സി പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ എന്റെ തീരുമാനത്തോ കൂടെയാണ്. ഇപ്പൊ ജെസ്സി പറയാണ് ഗോൾഡ് ബൈ ചെയ്തോന്ന്, എനിക്ക് സെല് ചെയ്യാനും ബൈ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്, അല്ലെ? അപ്പം ഞാൻ എന്റെ ഫോണിലാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഒരിക്കലും എനിക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാല് ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവര് പറയുന്നത് ഞാൻ എന്റെ ഫോണിലാണ് ചെയ്യുന്നത്. മാത്രല്ല അത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്ട്രാറ്റജിയും കൂടെയാണ് തോന്നുന്നു. കാരണം അവര് ഫണ്ട് മാനേജ്മെന്റ് എന്നുള്ളതിലുപരി അവര് വിളിച്ച് നമ്മളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് ഹെൽപ്ലെസ് ആവണതും നമുക്ക് അവരെ കംപ്ലൈന്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ വരുന്നത്. സോ എങ്ങനെയാണ് ആ ഒരു ഇമോഷണൽ ട്രോമയും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി കാണുമല്ലോ ഇത്രയും ഒരു എമൗണ്ട്? പറയാം, എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ $40,000 എന്ന് പറയുന്നത് എനിക്ക് വലിയ രീതിയിൽ എഫക്ട് ചെയ്തിട്ടില്ലെങ്കിലും എഫക്ട് ചെയ്യുന്ന എത്രയോ വ്യക്തികളുണ്ട്. ഞാൻ ഒരു $10,000 പോയ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ മീറ്റ് ചെയ്തു. അപ്പം എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ടാണ്, ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പം സെയിം ബ്രോക്കറാണ്, 3 days ആയിട്ടുള്ളൂ ഡെപ്പോസിറ്റ്. ഞാൻ കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞ സ്പോട്ടിൽ ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും കേസ് പറഞ്ഞ വിഡ്രോവൽ ചെയ്യാൻ പറഞ്ഞു. ഈ സമയം വരെ ആയിട്ട് വിഡ്രോവൽ കിട്ടിയില്ല. 2 months ആയി, ഇതുവരെ ആയിട്ട് വിഡ്രോവൽ കിട്ടിയില്ല. അവര് പറഞ്ഞത് മണി ലോണ്ടറിങ് ആണ്, പല രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പറഞ്ഞുകൊണ്ട് അവർക്ക് വിഡ്രോവൽ പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പം പിന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മള് വൺസ് അവരുടെ അടുത്ത് വിഡ്രോവൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നെക്സ്റ്റ് ഡേ അവരുടെ കോൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ഇപ്പൊ നല്ലൊരു ട്രേഡ് ഉണ്ട് വേഗം ഇട്ടോ എന്ന് പറഞ്ഞിട്ട് മാക്സിമം എങ്ങനെ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആക്കാം എന്നുള്ള രീതിക്ക് ഞാൻ മുമ്പ് സംസാരിച്ച ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴാണോ വിഡ്രോവൽ ചോദിക്കണത് ആ നെക്സ്റ്റ് ഡേ തന്നെ അവര് റിയലൈസ് ചെയ്യണം ഓക്കെ ഇനി ഇവര് റീഡെപ്പോസിറ്റ് ചെയ്യാൻ പോണില്ല. സോ അവരുടെ അടുത്ത് എന്തായാലും നമുക്ക് അവരുടെ ഒരു ലൈക്ക് ഏതൊരു ടീം വിളിച്ചിട്ട് ഒരു ഹൈ ലോട്ടില്
പെട്ടെന്നുള്ള ഒരു ട്രേഡ് എടുക്കും, അക്കൗണ്ട് വാഷ് ഔട്ട് ആയിക്കും, ശരിയാണ് സ്പോട്ടിൽ ശരിയാണ്. എന്താ ചെയ്യുന്ന ഒരു വെച്ചാൽ നമ്മൾ സിറ്റുവേഷൻ വിഡ്രോവൽ ഉണ്ടായിക്കും. ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രോപ്പർ ആയിട്ട് വിഡ്രോവൽ ചോദിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റ്മെന്റ് ആക്കിയിട്ട് മാർക്കറ്റിൽ എന്തോ നടക്കാൻ പോകുന്നുണ്ട്, നമ്മൾ നടക്കാൻ വലിയൊരു പോകുന്നുണ്ട്. ബിഗ് പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നുള്ള രീതിയിൽ അവർ എക്സൈറ്റ്മെന്റ് ആക്കിയിട്ട് ഈ പറഞ്ഞ വലിയ ലോഡ് സൈസിൽ ഇട്ടിട്ട് നമുക്ക് ടോട്ടലി ലോസ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ സിറ്റുവേഷൻ ഉണ്ടായപ്പോഴാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തത് 20 പിന്നെയും എന്ത് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അതും കൂടി തിരിച്ചു പിടിക്കാന്നുള്ള മൈൻഡിൽ. ബിസിനസ് ആണ്, ബിസിനസ് ആകുമ്പോൾ നമുക്ക് ലോസസ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തായിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം. അപ്പം അത് കൊണ്ട് മാത്രമാണ് ഞാൻ $14,000 കാരണം നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു മനസ്സിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ്? ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ പറ്റിയോ, അതോ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, റിക്കവറിംഗ് സ്റ്റേജിലാണോ? ഞാൻ പറയാം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ബ്രോക്കറെ ചൂസ് ചെയ്യുമ്പോൾ റെഗുലേഷൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ആയാലും ടേക്ക് പ്രോഫിറ്റ് ആയാലും ഞാൻ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഒരു സെഷൻ ചൂസ് ചെയ്യും, ന്യൂയോർക്കോ ലണ്ടനോ ഞാൻ ചൂസ് ചെയ്യും. ആ ടൈമിൽ എനിക്ക് എത്രയാണോ എന്റെ ക്യാപിറ്റൽ ഞാൻ റിവീൽ ചെയ്യില്ല, ക്യാപിറ്റലിന്റെ 0.5% or 1% എടുക്കുള്ളൂ ഒരു ദിവസം ലോസ് വരാണെങ്കിൽ. എന്താ വെച്ചാൽ 10 ട്രേഡ് എടുക്കുകയാണെങ്കിൽ 4 ട്രേഡ് പ്രോഫിറ്റബിൾ ആയാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനെപ്പറ്റി ഏറ്റവും കാര്യങ്ങൾ പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പലരും ഇപ്പോഴും ചെയ്യാത്തൊരു കാര്യം ഇതാണ്. ഇപ്പൊ നമുക്കൊരു ലോസ് വന്നു, നമ്മളിനി ആ ലോസ് എന്ന് പറഞ്ഞ വിഷമിച്ചിരിക്കുക എന്നല്ലാണ്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കണം. കാരണം ട്രേഡിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഈവൻ ഈ ലോസ് വന്നുണ്ടെങ്കിലും നമ്മളൊരു ബൈ ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പൊ പിന്നെ അത് എവിടെ ഇടണം എന്നുള്ളത് പഠിക്കാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ തന്നെയാണ് നമുക്ക് അതിനകത്ത് ഒരു റിക്കവറി ചെയ്യാൻ പലരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആദ്യം ട്രേഡ് ചെയ്യാറുണ്ട്. 24 hours 5 days മാർക്കറ്റ് ഉള്ളത് 24 hours നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ആണെന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്താ വെച്ചാല് നമുക്ക് ഒറ്റ സെഷനിൽ ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈമിലോ അല്ലെങ്കിൽ ലണ്ടൻ ഓപ്പണിംഗ് ടൈമിലോ നമ്മൾ ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വോളിയം എന്ത് ചെയ്യാൻ മാർക്കറ്റിൽ കാണാൻ ശ്രമിക്കാം. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഏറ്റവും സെറ്റ് പഠിച്ചതാണ് കാര്യങ്ങൾ. പഠിച്ചു, ബാക്ക് ടെസ്റ്റ് ചെയ്തു. ബാക്ക് ടെസ്റ്റ് തന്നെയാണ് മെയിൻ. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരാറുണ്ട്. ഓക്കെ, നമ്മൾ ഈ ചെയ്ത ട്രഡീഷണൽ ബിസിനസ് ഒന്നല്ല ബിസിനസ്, ഈ ബിസിനസ് ഉള്ളതാണ് പ്രോപ്പർ. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുക 7% മന്ത്ലി അല്ല, ഇയർലി. ഞാൻ ഇതിലെടുക്കുക 3 to 5% എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇയർലി ഞാൻ എടുക്കാൻ പോകുന്നത് 50+ ആയി. നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് മന്ത്ലി റിട്ടേൺസ് നമുക്ക് അതിനനുസരിച്ച് കൂടാൻ പറ്റും. ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, ലൈക്ക് ഐ ഡോണ്ട് നോ സാറിന്റെ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത്, ബട്ട് സ്റ്റിൽ എത്ര ടൈം കൊണ്ട് ഈ പറഞ്ഞ $50,000 റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി? $50,000 റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 1 yearന്റെ അടുത്തായിട്ടുണ്ട്. എന്റെ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞല്ലോ, അത്രയും നല്ലൊരു ക്യാപിറ്റൽ ആയതുകൊണ്ടാണ് ഞാൻ 5% ഫോക്കസ് ചെയ്യുന്നത്. ഇഷ്ടപോലെ നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ അതിന്റെ ഒരു 5% ഫോക്കസ് ചെയ്യാം. ഒരു $100,000 ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 5%, $5,000 അത് മതിയില്ലേ ഒരു മാസം? തീർച്ചയായിട്ടും. എനിവേ ഞാൻ കേട്ടതിൽ സന്തോഷം. കാരണം പല ആൾക്കാരും ഇതുള്ള സ്കാമിൽ പെട്ട് വിഷമിച്ചിരിക്കുക എന്നല്ലാണ്ട് പിന്നീട് അത് റിക്കവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. സോ എനിവേ സാറിന് എന്താണ് നമ്മളുടെ ഓഡിയൻസിന്റെ അടുത്ത് പറയാനുള്ളത്? ലൈക്ക് ഒരു സ്കാമിൽ പോയിട്ട് പെടുന്നവരെടുത്ത് അല്ലെങ്കിൽ ഇനിയും സ്റ്റിൽ അത് ഇനി റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? നമുക്ക് അതും കൂടെ കേട്ടിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റൂ കാസ്റ്റ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിലും ഒരാളെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കരുത്. ഒരു ബിസിനസ്സിലും, ട്രേഡിംഗിൽ മാത്രമല്ല, ഒന്നിലും ലൈഫിൽ തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ട്രേഡിംഗിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളേതായ രീതിയിൽ എന്ത് ചെയ്യാം, ബാക്ക് ടെസ്റ്റ് ചെയ്യാം, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ചെയ്ത ഈ രീതിയിൽ ഒരു $10 മേക്ക് ചെയ്താൽ മതി. 1 day $10 മേക്ക് ചെയ്താൽ തന്നെ 1,000 rupees ആയി. 1,000 rupeesന്റെ അടുത്തായി ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ. സത്യമായിട്ട് നമ്മൾ ഈ ഡോളേഴ്സ് കണക്ക് ഇന്ത്യൻ റുപ്പീസിൽ മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം $10 വെരി ഗുഡ് എമൗണ്ട്. ആക്ച്വലി $10-20 എന്ന് വെച്ചാൽ നല്ലൊരു എമൗണ്ട് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആരും ഇത് മനസ്സിലാക്കി എടുക്കുന്നില്ല. അതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത്. ആരും ഡിപ്പെൻഡ് ചെയ്യാതെ എന്ത് ചെയ്യാം, പ്രോപ്പർ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യാം. നല്ലൊരു മെന്റർ ചൂസ് ചെയ്യാന്ന് ഞാൻ പറയും. ഒരാൾ വേണം, നമുക്ക് ഒരാൾ വേണം നമ്മളെ ഹെൽപ്പ് ചെയ്യാനും, മീൻസ് പഠിക്കാൻ വേണ്ടിട്ട് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് പുഷ് ചെയ്യാൻ ഒരാൾ ബാക്കിൽ വേണം, മസ്റ്റായിട്ട് വേണം. അല്ലെ പിന്നെ നമ്മൾ അത്ര ഐക്യൂ വേണം. യൂട്യൂബ് ഒക്കെ നോക്കി അത്ര ഐക്യൂം അത്രയും നമ്മള്
നമുക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് ഇപ്പൊ ഉണ്ട്. പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. എനിവേ താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് മീഡിയക്ക് മുന്നിലാണെങ്കിലും പറയുന്നത് കുറവാണ്. ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും ഷെയർ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളെ അടുത്ത് വന്ന് ഷെയർ ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്.